RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ആഴ്സണൽ വിസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെ കുറിച്ചാണ്. എല്ലാവരും ഭയങ്കര ത്രില്ലിംഗാണ്. കാരണം എന്താ പറഞ്ഞാൽ സൂപ്പർ സൺഡേ ഇന്ത്യൻ സമയം 10 മണിക്ക്, ഈ സമയം 8:30 മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഉറക്കമൊഴിക്കാതെ അത്യാവശ്യം നേരത്തെ തന്നെ കളിയൊക്കെ കണ്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആഴ്സണൽ ഫാൻസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും കാത്തിരിക്കുകയാണ് കിട്ടുന്ന ഒരു മത്സരം നടക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഇത്ര ഹൈപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരം രണ്ട് ടീമുകൾക്കും നിർണായകമാണ്. ഒന്നാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരമാണ്. ആർട്ടറ്റയുടെ കീഴിൽ ആഴ്സണൽ മിന്നും ഫോമിലാണ്. അവർ ചാമ്പ്യൻസ് ലീഗിൽ കിട്ടിയ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ FA കപ്പിൽ, കരബാവോ കപ്പിൽ, ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മത്സരം വിജയിച്ച് ഒന്നാം സ്ഥാനത്തിന്റെ ലീഡ് കുറച്ചുകൂടെ കൂട്ടാനാണ് ആഴ്സണൽ നോക്കുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഈ മത്സരം ജയിച്ച് മുകളിലോട്ട് വരണം. എന്താ പറഞ്ഞാൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലിവർപൂൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപിടി മുകളിലെത്താനുള്ള ചാൻസ് ആണ്, സുവർണ അവസരമാണ്. എന്താ പറഞ്ഞാൽ മൂന്നാം സ്ഥാനം വരെ പോയിന്റ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മാറി പറഞ്ഞു തരാം. അപ്പോൾ നാളത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് വില കൊടുത്തും ലീഗിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ അന്ന് കിടിലൻ കളിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാഴ്ചവെച്ചത്. അപ്പോൾ അന്ന് ശരിക്കും ഒരു സമനില അല്ലെങ്കിൽ ഒരു വിജയം ആഗ്രഹിച്ചിരുന്ന അവരുടെ പോരാട്ടത്തിന് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കണം. പക്ഷെ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരം ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ട്, ആ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജും അതേപോലെ ഫുൾ ടീം, അവരുടെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഗോൾ കീപ്പർ റയാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഗംഭീര ഫോമിലെ കളിച്ചുകൊണ്ടിരിക്കുക. ആകെയുള്ള പ്രശ്നം അറ്റാക്ക് സ്ട്രൈക്കർമാരുടെ ആയിരുന്നു. സ്ട്രൈക്കർമാര് ജീസസ് തിരിച്ചു വന്നുകൂടിയിട്ട് ഏക്വരാസും ഗോൾ അടിച്ചു തുടങ്ങി, ജീസസും ഗോൾ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സെറ്റ് പീസുകൾ മാത്രമല്ല ഇപ്പോൾ ആഴ്സണൽ ഗോളുകളും സ്കോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന സ്ട്രൈക്കർമാരിലൂടെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാളെ കിട്ടുന്ന ഒരു ചാൻസ് ടേബിളിൽ കുറച്ചുകൂടെ മുന്നിലെത്താനുള്ളതാണ്. പക്ഷേ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഡ് നേടിയിട്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയൊരു അവസരം ഇങ്ങനെ കിട്ടൂല ആഴ്സണലിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്നത്. എന്താ പറഞ്ഞാൽ ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഴ്സണലിൽ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ലീഗിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അടിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ സീസണിൽ കിട്ടിയത്. എന്താ പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള സിറ്റി ആയിട്ടും ആസ്റ്റൺ വില്ലയൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര പോയിന്റ് വ്യത്യാസം കൂട്ടാനുള്ള ഒരു സുവർണ അവസരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട് അവർ പണി കിട്ടിയതാണ്, സമനില വഴങ്ങുണ്ടായത്. അപ്പോൾ നട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ഉള്ള കാര്യമാണ്. പക്ഷേ നട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു കളി. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു 70% ഒരു 80-90% ആൾക്കാരും 90s കിഡ്സ് ആണ്. അവരൊക്കെ ഇപ്പോൾ പ്രാരാബ്ദങ്ങളും അതേപോലെ ജീവിതത്തിലും ബിസിനസ്സിലും ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയ ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആവാത്തത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ കളിയൊക്കെ കാണണ്ടാവും, സൈലന്റ് ആയിട്ടിരുന്ന് കളി കണ്ടത്. കാരണം അവരുടെ ക്ലബിന്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിജയങ്ങൾ വരുന്ന സമയത്ത് അവർ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ തുടങ്ങും. അതിപ്പോൾ കഴിഞ്ഞ മത്സരം സിറ്റി ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻസ്, ആ ഒരു 90s കിഡ്സ് ഒക്കെ ഇപ്പം ഇങ്ങനെ പൊന്തി വരികയാണ്. എന്താ പറഞ്ഞാൽ 90s കിഡ്സിന്റെ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ഒക്കെ അടിച്ചിങ്ങനെ തകർത്ത് ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു പൊലിവും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴത്തെ ആ ഫാൻ ബേസ് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ കൂടിയ കുറേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ അവർ 40കളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ എല്ലാ കളിയും കാണുന്നുണ്ട്. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് ആക്റ്റീവ് ഒന്നല്ല. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി അതേപോലെ പുതിയ പുതിയ ക്ലബ്ബുകളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ വെല്ലുവിളികളും കാര്യങ്ങളാണ്. പക്ഷെ പണ്ടത്തെ പ്രതാപകാലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ അവരുടെ ആ ഒരു എന്താ പറയുക, ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു വൈബൊക്കെ. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ക്ലബ്ബുകൾ ഇങ്ങനെ ഉയർന്നു താഴ്ന്നു പോകും, അതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫാൻസ് ഒക്കെ ഇപ്പോൾ സിറ്റി ആയിട്ടുള്ള മത്സരം കഴിഞ്ഞോടുകൂടിയിട്ട് ഇവർ എഴുന്നേറ്റ് വരികയാണ്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഫാൻ ഉണ്ടല്ലോ, 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ മുടി വെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുത്ത് കുടുക്കിപ്പോയി എന്നുള്ള അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡെയിലി അപ്ഡേഷൻസ് ആണ്. ഇത്ര ദിവസമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എന്നായിരിക്കും 4 കളികൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു, അപ്പോഴും അടുത്ത കളിയിൽ പോയി. ആഴ്സണലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടെൻഷനില്ല. അവർ ഏകദേശം വിജയിച്ചു എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നാളത്തെ മത്സരത്തിന് ഇറങ്ങുക. പക്ഷേ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. യുണൈറ്റഡിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അവർ ഏത് മത്സരം ഏത് ചെറിയ ടീമിന്റെ കൂടി തോന്നും. ഇപ്പോൾ ഈ സീസണിൽ പരാജയപ്പെട്ടതും അതേപോലെ സമനില നേടിയൊക്കെ ഏറ്റവും അവസാനം കിടക്കുന്ന ബോൾസിന്റെയിലും അതേപോലെ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ടീമുകളൊക്കെ ആയിട്ടാണ് തോറ്റിരിക്കുന്നത്, സമനില വഴങ്ങിയതൊക്കെ.
പക്ഷെ ഇവര് ടോപ്പ് 4 ടീമുകളായിട്ട് മത്സരം വരുമ്പോൾ അവര് അതിനുള്ള ഫൈറ്റ് കൊടുക്കും. അതിപ്പോൾ ചെൽസി ആയിക്കോട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പൊ ആഴ്സണലാകുമ്പോൾ അതില് കുറവൊന്നും ഉണ്ടാവില്ല. എന്തായാലും പൊരുതും നാളെ പൊരുതിയിട്ട് എൻ്റെ ഒരു ഇതിൽ നാളെ ഒരു 60-40 ഇതിലാണ് ആഴ്സണലിന്റെ വിജയസാധ്യത. 60% ആഴ്സണൽ വിജയിക്കാനും 40% മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കാനുണ്ട്. മിക്കവാറും സമനിലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാളത്തെ കളി എന്ന് പറഞ്ഞാൽ ഒരു സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ എത്രമാത്രം അവർക്ക് ജയിക്കാൻ പറ്റുന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഒരു സമനിലയ്ക്ക് വേണ്ടിയുള്ള കളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്താ അവസാന മത്സരം പോലെ സിറ്റിക്കെതിരെയുള്ള കൗണ്ടറും അമ്മാതിരി പ്രസിയും കാര്യങ്ങളൊന്നും എന്തായാലും എടുക്കും തോന്നുന്നില്ല. പക്ഷെ ആഴ്സണലിനെതിരെ ഡിഫൻസീവ് കളിക്കുന്നതും ശരിക്കും മണ്ടത്തരം തന്നെ പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണലാണ് ഇപ്പം ഇന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നാളത്തെ കളിയിൽ ആര് ജയിക്കുന്നു, എത്ര ഗോളിന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്താം. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 15 പോയിന്റ് വ്യത്യാസമുണ്ട്. 35 പോയിന്റ് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളത്. ആഴ്സണലാണെങ്കിൽ 50 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോ ടേബിളിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ 22 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയവും 5 സമനിലയും 2 തോൽവി അടക്കം 50 പോയിന്റുമായിട്ട് ആഴ്സണലാണ് ഒന്നാം സ്ഥാനത്ത് തലപ്പത്തുള്ളത്. 40 ഗോളുകൾ അടിച്ചപ്പോൾ ഇവർ 14 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 23 മത്സരങ്ങൾ അവർ ഇന്നലത്തെ മത്സരത്തിൽ വിജയിക്കേണ്ട 2 ഗോളിന്. 23 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 14 വിജയവും 4 സമനിലയും 5 തോൽവി അടക്കം 46 പോയിന്റുമായിട്ട് സിറ്റി രണ്ടാം സ്ഥാനത്തുള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയാണ്. 22 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 4 സമനിലയും 5 തോൽവി അടക്കം 43 പോയിന്റുമായിട്ട്. എല്ലാവരും അവസാന മത്സരങ്ങളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ആസ്റ്റൺ വില്ല പരാജയപ്പെട്ടു. ആഴ്സണൽ സമനിലയിൽ പിരിഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റി ഇതിനു മുമ്പുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ ഈ സീസണിൽ ആഴ്സണലിനോട് കപ്പെടുത്തോ മറ്റുള്ള ടീമുകളൊക്കെ പറയാണ്. ഇനി 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ടീമുകൾ മത്സരിക്കുന്നത്. ലിവർപൂൾ ഉണ്ട് 36 പോയിന്റ് ആയിട്ട്. അവർ ഇന്നലെ മത്സരത്തിൽ അവസാന ഇഞ്ചുറി ടൈമിൽ പരാജയപ്പെടുകയുണ്ടായി. 3-2 പരാജയം. അത് നോക്കുകയാണെങ്കിൽ അടുത്ത ഉള്ളത് 35 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 10 ടീമുകളാണ് ഈ 4ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 4ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 36 പോയിന്റ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുതൽ ഒരുപാട് ടീമുകൾ, ഇപ്പോൾ ഫുൾഹാം ഉണ്ട്, ബേൺഫോർഡ് ഉണ്ട്, ന്യൂകാസിൽ യുണൈറ്റഡ് ഉണ്ട്, സണ്ടർലാൻഡ് ഉണ്ട്, എവർട്ടൺ ഉണ്ട്, ബ്രൈറ്റൺ ഉണ്ട്, ബോൺമൗത്ത് ഉണ്ട്. ഇത്തരം ടീമുകൾ 30 മുതൽ 35 പോയിന്റിന്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോ ഏത് സമയത്തും ഈ ഒരു 4-5 സ്ഥാനങ്ങളിലേക്ക് ഈ ഒരു ടീമിനൊക്കെ ഓരോ കളിയുടെ വിജയം മതി. അതിൽ ഒരുപാട് ടീമുകൾ നാളത്തെ മത്സരം കഴിഞ്ഞാലേ അവരുടെ പോയിന്റ് ടേബിളിൽ ഏതാണ് സ്ഥാനം എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ നാളത്തെ മത്സരങ്ങൾ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് 3ലേക്ക് ഇനി വേറൊരു ടീം കയറി വരുന്ന എനിക്ക് തോന്നുന്നില്ല. ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ആസ്റ്റൺ വില്ല, ഇതിൽ ആരായിക്കോട്ടെ കപ്പടിക്കുന്നത്. കപ്പടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഴ്സണൽ നാളത്തെ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഇപ്പോഴും 4 പോയിന്റ് ലീഡാണ്. നാളത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ 7 പോയിന്റ് ലീഡാണ്. അപ്പൊ ആ ലീഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ആഴ്സണൽ തന്നെയായിരിക്കും ഈ സീസണിൽ കപ്പടിക്കാൻ പറ്റുക. അവസാനം 1, 2, 3 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സമനില ഉണ്ടാവുകയും അതേപോലെ തോൽക്കുകയോ ചെയ്താൽ മാത്രമാണ് ആഴ്സണലിൽ കപ്പ് ഇല്ലാതെ പോവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ അവർ അത്രയും ഫോമില കളിക്കുന്നത്. അതേപോലെ എല്ലാവരും ഇഞ്ചുറി മാറി തിരിച്ചു വരികയാണ് സ്ക്വാഡിലേക്ക്. ഓൾറെഡി 23ാമത്തെ റൗണ്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് സണ്ടർലാൻഡിന് 3-1 പരാജയപ്പെടുത്തി അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ബേർലി ടോട്ടൻഹാം ഹോട്ട്സ്പർ ആയിട്ട് 2-2 സമനിലയിൽ പിരിഞ്ഞു. അതേപോലെ തന്നെ ഫുൾഹാം ബ്രൈറ്റനെ 2-1 പരാജയപ്പെടുത്തി. അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റി വോൾസിനെ 2-0 പരാജയപ്പെടുത്തി. അതിന്റെ അടുത്ത മത്സരം ബോൺമൗത്ത് ലിവർപൂളിനെ 3-2, അതും ഇഞ്ചുറി ടൈമിൽ 94+ മിനിറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിസിലടിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ബോൺമൗത്തിന്റെ ആ ഗോൾ വരുന്നത്. ഇനിയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ ബേൺഫോർഡും നട്ടിംഗ്ഹാം ഫോറസ്റ്റ് നടക്കുന്നത്, ക്രിസ്റ്റൽ പാലസും ചെൽസിയും തമ്മിൽ നടക്കുന്നത്, ന്യൂകാസിൽ യുണൈറ്റഡും ആഴ്സണലും തമ്മിൽ നടക്കുന്നുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും തമ്മിൽ നടക്കുന്നുണ്ട്. അതേപോലെ ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടക്കുന്നുണ്ട്. എവർട്ടനും ലീഡ്സ് യുണൈറ്റഡും തമ്മിൽ നടക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് 23 റൗണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ തന്നെ 1, 2, 3 സ്ഥാനത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടുത്തുള്ള 10 സ്ഥാനങ്ങളിൽ ഏത് ടീമിന് വേണമെങ്കിലും എന്ത് സംഭവിക്കാന്നുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കടത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു സ്ലോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മത്സരം കടുക്കുന്നത്. അതേപോലെ യൂറോപ്യൻ ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ടോപ്പ് 4ലേക്കുള്ള ആ ഒരു 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇനി ഈ ബാക്കിയുള്ള 10 ടീമുകൾ മത്സരിക്കുന്നത്. അതേപോലെ അവസാനം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റെലഗേഷൻ സോണിൽ കിടക്കുന്ന ടീമടക്കം എല്ലാം ഇപ്പോൾ വിജയിച്ചുകൊണ്ട് വരികയാണ്, വിജയങ്ങളും സമനില നേടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എന്തായാലും ഈ അവസാനത്തെ ഇനി ഒരു 10-15 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കും, വലിയ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഉറ്റുനോക്കുന്നത് താഴെയുള്ള ആൾക്കാരെ അല്ല, നമ്മൾ നോക്കുന്നത് ടോപ്പിൽ 4ൽ വരുന്ന ആരൊക്കെയാണ്, അതേപോലെ തന്നെ കപ്പടിക്കുന്ന ആരാണ്. അപ്പോൾ ഈ സീസണിൽ ആഴ്സണലിന് കപ്പടിക്കാൻ കഴിയുമോ, അതോ നാളത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുന്നിൽ അവർ അടിയറവ് പറയുമോ എന്നുള്ള കാര്യം. എന്താ പറയുക, നാളത്തെ മത്സരം വിജയിച്ചാൽ അവർക്ക് വലിയൊരു പോസിറ്റീവാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പോസിറ്റീവാണ്. ഇനി അടുത്ത വരുന്ന മത്സരങ്ങളിലൊക്കെ അവർക്ക് എതിരാളികൾ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ
അപ്പോൾ ആഴ്സണലിന്റെ എതിരാളികൾ നോക്കിക്കഴിഞ്ഞാൽ എവർട്ടനും വോൾസും ബ്രൈറ്റണൊക്കെയാണ് ആഴ്സണലിന്റെ എതിരാളികളായിട്ട് ഇനി 2-3 മത്സരങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ആ ഒരു പോസിറ്റീവായിട്ട് ടേബിളിൽ ടോപ്പിൽ ഇങ്ങനെ നിൽക്കാം എന്നുള്ള കാര്യമാണ്. അതേവാ പരാജയപ്പെടുക സമനിലയാവണമെങ്കിലും 4 പോയിന്റ് ലീഡുണ്ട്. ആ 4 പോയിന്റ് എത്രമാത്രം സുരക്ഷിതമാണെന്ന് ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനത്തിനെ അനുസ്മരിച്ചിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ. അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ കോച്ചിന്റെ കീഴിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് കളിച്ചിട്ടുണ്ടതിന് മുമ്പ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്തായിരുന്നു വിജയം. അപ്പോൾ നാളത്തെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ കോച്ചും ആഴ്സണലിന്റെ ആർട്ടറ്റയും തമ്മിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വലിയ ഹൈപ്പിലൊന്നും കൊണ്ടുപോകുന്നില്ല. എന്താ പറഞ്ഞാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്ത് സംഭവിക്കാം. 90 മിനിറ്റ് മത്സരത്തിൽ അവർ ചിലപ്പോൾ പറ മറ്റേ ഈ ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീണ് പോലെ വീഴാം, അതിനുള്ള സാധ്യതകളുണ്ട്. അത് അവരുടെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇന്നത്തെ മത്സരത്തിൽ മൈക്കൽ കാരിക്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ അതോ ആർട്ടറ്റയുടെ ആഴ്സണലാണോ വിജയിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.